ക്രിപ്റ്റോ കറൻസിയുടെ യൂസ് കേസ് എന്താ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്കത് എന്തുകൊണ്ടാണ് ഇത്രയധികം ക്രിപ്റ്റോ കറൻസീസ് ഉള്ളത്? ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു 10-20,000 സംതിങ് ക്രിപ്റ്റോ കറൻസി വരുന്നുണ്ട്. ഡെയിലി ഏറെക്കുറെ 3,000-4,000 ക്രിപ്റ്റോ കറൻസി ന്യൂലി വരുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ ഒരു യൂസ് കേസ്? അല്ലെങ്കിൽ എന്തിനാണ് ഇത്ര അധികം ക്രിപ്റ്റോ കറൻസീസ്? ചിലതൊക്കെ വാല്യൂ ഇൻക്രീസ് ആണ്, ചിലതൊക്കെ വാല്യൂ ഡിക്രീസ് ആണ്, ചിലത് പെട്ടെന്ന് അടിച്ച് കയറും, ചിലത് അതേപോലെ തന്നെ അടിച്ച് താഴത്തേക്ക് വരും. ഫോർ എക്സാമ്പിൾ ബിറ്റ് കോയിൻ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സിംഗിൾ കോയിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം 50-60 ലക്ഷം വരുന്നുണ്ട് ഇപ്പോഴത്തെ രീതിയിൽ മാർക്കറ്റ് കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ. എന്തുകൊണ്ട് അല്ലെങ്കിൽ എന്താണ് യൂസ് കേസ് വരുന്നത്? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഓരോ ക്രിപ്റ്റോ കറൻസിയും ഓരോ സ്പെസിഫിക് യൂട്ടിലിറ്റിക്ക് വേണ്ടി മാത്രം ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാം സെയിം അല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കറൻസി, നമ്മുടെ ജനറൽ കറൻസി, അതായത് ദിനാർ, റിയാൽ, ഡോളർ, ഇന്ത്യൻ റുപ്പി, ഇതിൻ്റെയൊക്കെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ഒരു മീൻസ് ഓഫ് എക്സ്ചേഞ്ചാണ്. നമുക്ക് ആ ക്യാഷ് കൊടുക്കുന്നു, അതുപോലെ തന്നെ ഒരു സർവീസ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് തിരിച്ചു കിട്ടുന്നു. പക്ഷേ ഇപ്പോൾ ക്രിപ്റ്റോ കറൻസിക്ക് ഓരോ കോയിൻസിനും അല്ലെങ്കിൽ ഓരോ ടോക്കണിനും ഓരോ സ്പെസിഫിക് യൂസ് കേസാണ് വരുന്നത്. നമ്മൾ പ്രൈസ് മാത്രം കൺസിഡർ ചെയ്യരുത്. ഫോർ എക്സാമ്പിൾ നമുക്ക് ഏറ്റവും പ്രൊമിനൻ്റ് ആയിട്ടുള്ള ബിറ്റ് കോയിൻ എടുത്ത് നോക്കാം. ടോപ്പ് 10 വരുന്ന ഫസ്റ്റ് വരുന്ന ബിറ്റ് കോയിനാണ്. സോ ബിറ്റ് കോയിൻ്റെ മേജർ യൂസ് കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഡീസെൻട്രലൈസ്ഡ് കറൻസിയാണ്. അതിന് മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് നമ്മൾ കേട്ടതുപോലെ ഡിജിറ്റൽ ഗോൾഡ് അല്ലെങ്കിൽ ഗോൾഡ് 2.0 ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ നമ്മൾ വീണ്ടും ആലോചിക്കുമ്പോൾ എങ്ങനെയാണ് ഈ ഗോൾഡിൻ്റെ വാല്യൂ വരുന്നത്? ഗോൾഡ് അത്രയും റെയറാണ്. അത് മൈൻ ചെയ്തെടുക്കാനായാലും അതിപ്പോൾ ട്രാൻസ്പോർട്ട് ചെയ്യാനായാലും കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ആ വാല്യൂ അതിൻ്റെ ആൾക്കാർ നിശ്ചയിക്കുന്നത്. അതുപോലെ തന്നെയാണ് ബിറ്റ് കോയിൻ വരുന്നത്. പക്ഷേ എന്തുകൊണ്ട് 2.0, എന്തുകൊണ്ട് ഗോൾഡിനേക്കാളും വലുതായിട്ട് ബിറ്റ് കോയിനെ കൺസിഡർ ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ, ഗോൾഡ് നമുക്ക് ഫിസിക്കൽ എൻറ്റിറ്റി ആയതുകൊണ്ട് തന്നെ അത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 0.8 to 0.2 ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് UK ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ പല ടാക്സ്, കസ്റ്റം ടാക്സ് അല്ലെങ്കിൽ ടാക്സിന് ഉപരി ഫ്ലൈറ്റ് ചാർജസ് ഇതെല്ലാം വരുന്നുണ്ട്. പക്ഷേ ഇത് ഫുള്ളി എക്സിസ്റ്റിംഗ് ഓൺ ബ്ലോക്ക് ചെയിൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ബിറ്റ് കോയിൻ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഒരു ഇൻ്റർനെറ്റ് കണക്ഷനും ഒരു ഇത്തിരി പേഷ്യൻസും മാത്രം മതി. സോ ഈ ഒരു ഘടകങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് ബിറ്റ് കോയിൻ അത്രയധികം വാല്യൂ വരുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വളരെ തുച്ഛമായ വിലയിൽ സെൻസ് ലൈക്ക് 0.30 സെൻസ് എന്ന് പറയുമ്പോൾ ഏകദേശം 20 രൂപ 30 രൂപയൊക്കെ ഉണ്ടാവുള്ളൂ നമ്മുടെ ഇതിൽ, ഏകദേശം 2008 ആ ടൈമിലേക്ക്. പക്ഷേ ഇപ്പോൾ അതിന് ഏകദേശം വരുന്നത് 50 ലക്ഷമാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ഗ്യാപ്പ് ഒന്ന് ആലോചിച്ച് നോക്കണം. വെറും 12 കൊല്ലം കൊണ്ട് അത് വളരെയധികം ഇൻക്രീസ് ആയി. സോ അതിൻ്റെ യൂട്ടിലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്യാഷ് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ക്യാഷ് സ്റ്റോർ ചെയ്യാനായിട്ടുള്ള ഒരു സേഫ് ഹേവൻ ആയിട്ടാണ് ബിറ്റ് കോയിൻ കൺസിഡർ ചെയ്യുന്നത്. സോ നമ്മൾ അല്ലെങ്കിൽ വേറെ എക്സാമ്പിൾ ഇത്തേറിയം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തേറിയം പർപ്പസ് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ടോപ്പ് 10 വരുന്നുണ്ടെങ്കിലും ഏകദേശം പ്രൈസ് വൈസും അത്യാവശ്യം നല്ല പ്രൈസ് ആണെന്നുണ്ടെങ്കിലും ഇത്തേറിയത്തിൻ്റെ മെയിൻ യൂസ് കേസ് എന്ന് പറയുന്നത് അതൊരു പ്ലാറ്റ്ഫോമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അതായത് ആ പ്ലാറ്റ്ഫോമിൽ പല ആപ്സ് അല്ലെങ്കിൽ പല ആപ്ലിക്കേഷൻ നമുക്ക് വേറെയും ബിൽഡ് ചെയ്യാം, യൂസ് ചെയ്യാം. എസെൻഷ്യലി ഒരു ബാങ്ക് പോലെ തന്നെയാണ് ഇത്തേറിയം. നമുക്ക് അതിൻ്റെ മുകളിൽ പല ലോൺ എടുക്കാം, അല്ലെങ്കിൽ നമ്മൾക്ക് ഉള്ള കോയിൻസ് വെച്ചിട്ട് ഇപ്പോൾ വേറെ ക്രിപ്റ്റോ കറൻസീസ് വെച്ചിട്ട് നമുക്ക് അതിനുള്ളിൽ ട്രേഡ് ചെയ്യാം, അതിനുള്ളിൽ എക്സ്ചേഞ്ച് ചെയ്യാം, സ്വാപ്പ് ചെയ്യാം. ഇങ്ങനത്തെ കുറേ യൂസ് കേസ് വരുന്നത് നമുക്കത് വരുന്ന വീഡിയോയിൽ എല്ലാം വിശദമായിട്ട് നോക്കാം. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, ഓരോ ക്രിപ്റ്റോ കറൻസിനും അവരുടേതായിട്ടുള്ള യൂസ് കേസ് ഉണ്ട്. പക്ഷേ എല്ലാത്തിനും സേഫായിട്ടുള്ള യൂസ് കേസ് വരുന്നില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടോപ്പ് 10 ഇരിക്കുന്ന ക്രിപ്റ്റോസ് ഒരു മരെല്ലാം സ്റ്റേബിൾ ആയിരിക്കും, അത്ര വലിയ ചേഞ്ചസ് ഉണ്ടാവില്ല. പക്ഷേ ഇപ്പോൾ നമ്മളൊരു ടോപ്പ് 50 ഒരു 40 അല്ലെങ്കിൽ 50 കോയിൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മോസ്റ്റ് പ്രോബ്ലി ഒരു മീം കോയിൻ ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോജ് കോയിൻ, ഷീബ ഇനു അല്ലെങ്കിൽ ഫ്ലോക്കി ഇനു, ഇതെല്ലാം മീം കോയിൻസാണ്. അതിന് വേറെ പർപ്പസാണ്. അതിന് സ്പെസിഫിക്കായിട്ടൊരു വാല്യൂ പ്രപ്പോസലല്ല വരുന്നത്. അതിൻ്റെ വാല്യൂ നിശ്ചയിക്കുന്നത് അതിൽ എത്രത്തോളം ആൾക്കാർ അതിൽ ഇൻവെസ്റ്റഡ് ആണെന്നാണ്, അല്ലെങ്കിൽ അതിന് എത്രത്തോളം ആൾക്കാർ അതിനെ ഫോർ എ ടൈം ബീയിങ് എത്ര പേര് അതിനെ പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് അനുസരിച്ചിരിക്കും. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇന്ന് അതിനെ ആരും പ്രൊമോട്ട് ചെയ്തില്ല, വാല്യൂ സ്റ്റേബിൾ ആയിരിക്കും. നാളെ പ്രൊമോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഗണ്യമായിട്ട് വാല്യൂ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും. സോ അത് ഒരു പ്യുവർ ഗാംബ്ലിംഗ് എന്ന രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. പക്ഷേ എല്ലാം ഗാംബ്ലിംഗ് അല്ല. ക്രിപ്റ്റോ എന്ന് പറയുന്നത് ഒരിക്കലും എല്ലാം ഗാംബ്ലിംഗ് ആയിട്ട് വരുന്നില്ല. സോ ഞാനീ പറഞ്ഞതിന് ബദലായിട്ട് നിങ്ങൾക്ക് വേറെ സെപ്പറേറ്റ് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്പെസിഫിക് നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ക്രിപ്റ്റോ കറൻസി ഏതാണെന്നുള്ള താഴത്ത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.